ശീലിക്കാത്തൊരു കുഞ്ഞ് നാളെ ഒരു സമയത്ത് കുറച്ചുകൂടെ വളർന്നതിന് ശേഷം, ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പുറത്തുമൊക്കെ പോവുകയാണ്, വിദേശത്തൊക്കെ പോയി കഴിയുമ്പം എല്ലാ ദിവസവും ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ വിദേശത്തേക്ക് പോകുന്നവരുടെ എല്ലാ സാക്ഷ്യങ്ങളും അനുദിനം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും ഈ ഒരു സാമൂഹിക സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും പുറത്തൊരു ബെറ്റർ ലൈഫ് ആഗ്രഹിച്ച് പോവാം. അവിടെ ചെല്ലുമ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഓടി ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അവർ ഉടമ്പടി എടുക്കുന്നുണ്ട്, ആ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കും. അപ്പം നമ്മളവരോട് പറയും, കൊച്ചിനോട് ബൈബിൾ വായിക്കണമെന്ന് പറയണം, കൊന്ത ചൊല്ലണമെന്ന് അവനോടൊന്ന് വിളിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അച്ഛൻ ഞാൻ പറയാറുണ്ട്, പക്ഷെ അവനെ ബൈബിൾ വായിക്കാനും കൊന്ത ചൊല്ലാനും പറ്റണില്ല. കാരണം അപ്പം നമ്മളിങ്ങനെ ചോദിക്കും, അപ്പോൾ കുഞ്ഞുനാളിലെ ബൈബിളും കൊന്തയൊക്കെ ചൊല്ലുമായിരുന്നോ? കുഞ്ഞുനാളിൽ കൊച്ചിൽ ചൊല്ലുമായിരുന്നു. പിന്നെ അവൻ കുറച്ച് പഠിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ട്യൂഷനൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ നിർബന്ധിച്ചിട്ടില്ല. പിന്നെ അവൻ പ്രാർത്ഥിക്കും വച്ചാ എന്ന് പറയും. അതായത് കുഞ്ഞുനാളിലെ ഒരു കുറച്ച് നാളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലായി ഈ പ്രാർത്ഥിച്ചും കൊന്ത ചൊല്ലിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ലല്ലോ. ട്യൂഷന് പോകണമെങ്കിൽ മാർക്കെങ്കിലും കൈ കിട്ടുന്നുണ്ട്, ക്ലാസ്സിലെങ്കിലും ഒരു വില കിട്ടുന്നുണ്ട്. അങ്ങനെ ലോജിക്കായിട്ട് മാതാപിതാക്കൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പല സമയത്തും പല പള്ളിയിലും വിഷയം ഇതാണല്ലോ, ഞായറാഴ്ചത്തെ കുർബാന വേണം, ട്യൂഷൻ വേണം എന്നുള്ളത് എല്ലാ പ്രസംഗത്തിലെയും അച്ഛന്മാരുടെ വിഷയമാണ്. കാരണം മാതാപിതാക്കൾക്ക് ചില മാതാപിതാക്കൾക്ക് കുഴപ്പമില്ല, പിള്ളേർ പഠിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ലോജിക്കിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പഠിച്ച് മേളിൽ ചെന്ന് കഴിയുമ്പം അവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴാണ് പ്രശ്നം. കാരണം ഈ നീന്താൻ അറിയാത്തവർക്ക് ചാടറാന്ന് പറയണ കണക്കാ. ഇതൊരു ലേൺ ടു ഡ്രൈവ്, ലേൺ ടു സ്വിം എന്നൊക്കെ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ ഒരു ശീലമൊക്കെ ഉണ്ടാവണം. അതില്ലെങ്കിൽ ഭയങ്കര പാടാണേ. നമുക്ക് ഇപ്പോൾ ഡ്രൈവിങ് അറിയാവുന്നവർക്ക് ഇത്തിരി വലിയ വണ്ടിയാണെങ്കിലും ഒന്ന് കയറി എന്നൊക്കെ അത്യാവശ്യം ഒരു 2 റൗണ്ടൊക്കെ ഓടിക്കുമ്പോൾ കയ്യിൽ ഇതുവരെ ഇരുന്ന് പ്രാർത്ഥിക്കാത്ത, ഇരുന്ന് ജപമാല ചൊല്ലാൻ ശീലിപ്പിക്കാത്തൊരു കൊച്ചിനോട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നീ കൊന്ത ചൊല്ലടാന്ന് പറയുമ്പോൾ കൊന്ത എടുത്ത് കൈ പിടിച്ച് അവൻ്റെ കയ്യിൽ വഴുകി പോകുന്നതല്ലാതെ ഇവൻ അങ്ങോട്ട് ഗ്രിപ്പാവത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസം പോലെ ഈ ഒരു ശൈശവത്തിൽ കൊടുക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അത് കൊടുക്കാനായിട്ട് നമ്മൾ വിട്ടുപോയാൽ ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകണം ഇപ്പോഴല്ല, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് മനസ്സിലാവും ഇവൻ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് ദൈവത്തെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ദൈവത്തിന് മുൻപിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്ത് തുടങ്ങണമെന്നുള്ളതാണ്. അതിനുള്ള ബുദ്ധിയും ബോധവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആദ്യം വ്യാപരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ആദ്യം ഞാൻ ദൈവത്തെ കാണട്ടെ എന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്ന് പറയുന്നൊരു ഫിലോസഫിയും സൈക്കോളജി ഇതിൽ വർക്കൗട്ട് ആകത്തില്ല. കാരണം നമുക്ക് ഓൾറെഡി കർത്താവ് ഇവിടെ വന്നു, കർത്താവ് ആവശ്യത്തിലേറെ അനുഭവങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു, ആവശ്യത്തിലേറെ തെളിവുകളും രക്തസാക്ഷിതകളുമായിട്ട് ഒരു വലിയൊരു ട്രഷർ ഓഫ് നോളജ് ഓൾറെഡി ദൈവത്തിന് തിരുമുമ്പിൽ നമുക്ക് നൽകിയിട്ടുണ്ട്, വചനമായിട്ടും പാരമ്പര്യമായിട്ടും സഭയായിട്ടും പഠനങ്ങളുമായിട്ടും. ഇനി പിന്നെയും നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാലും നീ രക്ഷപ്പെടത്തുള്ളെന്ന് നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കാം. പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ പിന്നിൽ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ വേണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ലോകം മുഴുവൻ ക്രിസ്തുവെന്ന രക്ഷകനെ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ അനവധി അടയാളങ്ങൾ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടാവണമല്ലോ. എന്നാൽ ജപമാലയെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്, പരമ്പരാഗതമായിട്ട് ജപമാലയെക്കുറിച്ച് ഇന്നും ഈ ജപമാലയെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ലോണം സാക്ഷ്യം പറയുന്നവരൊക്കെയും അക്രൈസ്തവരായിട്ടുള്ളവരാണെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കൃപാസനത്തിൽ കാണുന്ന മറ്റൊരടയാളം. ജപമാലയുടെ ശക്തിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരല്ല. ഇന്നും ജപമാലയെക്കുറിച്ച് കണ്ണുനീരോടെ പറഞ്ഞതും ഒരു ക്രിസ്ത്യനായിട്ടുള്ള ആളല്ല. ജപമാല 3-4 മാസത്തിന് മുമ്പ് മാത്രം പഠിച്ചൊരു വ്യക്തിയാണ് അംബിക എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഇന്നൊക്കെ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് നിൽക്കുന്നിടത്ത് തന്നെ ഒരുക്കിപ്പോയി. കാരണം ഇത്രയും സ്നേഹത്തോടെ ജപമാല ചൊല്ല എനിക്ക് പോലും പറ്റണില്ലല്ലോ എന്ന് ആലോചിക്കുന്ന രീതിയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ജപമാലയ്ക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന് ആ വ്യക്തി ഒരു ട്രൈ നടത്തി നോക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഈ ഒരു വിശ്വാസത്തിലുള്ളവർ സഹായിച്ചിട്ടുണ്ടാവും, അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ തിരുമുൻപിൽ ഇദ്ദേഹം നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്. ജപമാല ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ ചൊല്ലി നോക്കാം, യൂട്യൂബിൽ നോക്കി പഠിക്കണോ, ആ ഒരു ആക്ഷൻ പ്ലാനിനെ ദൈവം കാണുന്നുണ്ട്. അതിനുശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ദൈവാനുഭവം ഉണ്ടാകുന്നതെന്ന് പറയണത്. ആ ദൈവാനുഭവമാണ് ഇവിടെ വന്നവർ പറയണത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ദൈവാനുഭവം ഉണ്ടാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തു നിന്നൊരു സ്റ്റെപ്പ് ഉണ്ടാവണം. അത് ഏറെ പ്രത്യേകിച്ച് അതൊരു പ്രാർത്ഥനയാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും ഇവിടെ ഈ പറയുന്ന ദൈവാനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് ഏത് മതത്തിലുള്ളവർ പറയുന്നത് എന്നാണ്, അവർ സ്റ്റെപ്പ് എടുത്ത് വെക്കണുണ്ടേ. ഇതുവരെ തുറക്കാത്ത ഷെൽഫിലിരുന്ന ബൈബിൾ ഞാൻ തുറന്ന് വായിച്ചു എന്ന് പറഞ്ഞാൽ സാക്ഷ്യം തുടങ്ങണം. അവർ സ്റ്റെപ്പ് എടുക്കണുണ്ടല്ലോ.
ഇതുവരെ തുറക്കാത്ത ഷെൽഫിലിരുന്ന ബൈബിൾ ഞാൻ തുറന്നു വായിക്കണം. ഇതുവരെ തിന്ന പാത്രം പോലും കഴുകത്തില്ല ഞാനാണ് ആതിരാലയ സ്ഥലത്ത് പോയിട്ട് അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പോയിരുന്നത്. ഒരു സ്റ്റെപ്പ് എടുക്കണുണ്ടല്ലോ. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളൊരു ഫസ്റ്റ് പ്രമിസ് വെച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ദൈവം എടുത്തോളും. അതാണ് രണ്ടാമത്തെ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദൈവം നമ്മളെ സെലക്ട് ചെയ്യും. ഒരു ചെറിയ അനുഭവം, അത് എന്തുവാവാം, അതൊരു സ്വപ്നമായും കാറ്റായും അനുഭവമായും അവർ ചിലപ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ പെട്ടെന്നുകൊണ്ടൊരു എയർ ലിഫ്റ്റായിട്ടും സംഭവിക്കാം. ദ തേർഡ് എന്ന് പറയുന്നതാണ് ഒരു മിഷൻ. ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നത്. അതും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാണ്. അതായത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ദൈവം നമ്മളെ സെലക്ട് ചെയ്ത് തുടങ്ങി. അതിന് ഒരു സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പം ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കോളേജ് അധ്യാപകനാണെന്ന് പുള്ളി പറഞ്ഞത്, എനിക്കിപ്പോൾ ജപമാല ജിലേബി തിന്നുന്ന പോലെയാണ് തോന്നണതെന്ന് പറഞ്ഞത്. ആദ്യം ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങത്തില്ലായിരുന്നു. ജിലേബി തിന്നണ പോലെ അത്രയും സുഖമായിട്ട് ജപമാല. ഇതൊരു സെലക്ഷൻ്റെ ഒരു സിംറ്റമാണ്, അല്ലെങ്കിൽ സെലക്ഷൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചിലർ പറയും 10 മിനിറ്റ് ബൈബിൾ തുറക്കാൻ തന്നെ പാടായിരുന്നു, 50 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും. പണ്ട് കുഞ്ഞുങ്ങളുള്ള നേരത്ത് ബൈബിൾ തുറക്കത്തില്ലായിരുന്നു, സമയമില്ലല്ലോ. ഇപ്പോൾ 50 മിനിറ്റ് ഞാൻ എങ്ങനെയാണെങ്കിലും രാത്രിയാണെങ്കിലും കണ്ടെത്തും. കാര്യം അവർക്ക് മനസ്സിലായി. ഈ വചനം ഉണ്ടല്ലോ, നിൻ്റെ വചനം തേൻ പോലെ മധുരിക്കുമെന്നൊരു വചനമുണ്ട്. കാരണം ഈ വചനത്തിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഈ പ്രോസസ്സിങ്ങിൽ ദൈവം അവർക്കൊരു അഭിഷേകം കൊടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മുടെ തന്നെയാണ്. കാരണം നമ്മൾ ഇതിലൊരു സത്യമുണ്ടോ എന്ന് അറിഞ്ഞ്, ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ വിശ്വാസമില്ലാത്തവർ വന്ന് വിശ്വാസം കൊണ്ടുപോകുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു ഇടമാണ്. വെറുതെ 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വരുന്നവരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറയുന്നൊരു ഇടമാണ്. ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വണ്ടി കയറാൻ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ അനുഭവം ഉണ്ടാകുന്ന ഇടമാണ്. അപ്പോൾ അങ്ങനൊരു പിതാവിനാൽ, യോഹന്നാൻ്റെ 6:44 പിതാവിനാൽ ആകർഷിക്കപ്പെടാനല്ലാതെ ആരും വരത്തില്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുമ്പം നെക്സ്റ്റ് ദൈവം അതിനെ ആശീർവദിച്ച് ദൈവം അതിനൊരു കൺഫർമേഷൻ തരും. വിശ്വാസം കണ്ണു തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ നമ്മൾ തുറക്കുന്നൊരു വചനമായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരു അനുഭവമായിരിക്കാം. ഈവൻ എ സ്റ്റാറ്റസ് ക്യാൻ ബി എ സൈൻ ഓഫ് ഹിസ് ലവ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മനസ്സും തുറന്നു വരും. അതുകൊണ്ടാണ് ചില സാക്ഷ്യങ്ങൾ തീരുന്നില്ല. അവർ കുടിച്ച വെള്ളം തൊട്ട് അവസാനത്തെ ടിക്കറ്റ് വരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനൊരു മനസ്സിങ്ങനെ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ദ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഷനാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിനു മുമ്പിൽ നീതിയോടും പുണ്യപ്രവൃത്തിയോടും വ്യാപരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യപ്പെടുന്നു, മാലാഖ ചെല്ലുന്നു, ഒരു വ്യക്തി ചെല്ലുന്നു, ഒരാൾ ഇടപെടുന്നു, നമ്മുടെ കാര്യം പെട്ടെന്ന് ലിഫ്റ്റ് ആവുന്നു, ആ കാര്യം ഫുൾഫിൽ ആവുന്നു. തേർഡ് സ്റ്റെപ്പ് വാട്ട് ഈസ് നെക്സ്റ്റ്. അത് കാര്യം നടന്നു കഴിയുമ്പം പറയുന്ന കണക്ക് പാലം കടന്നു കഴിയുമ്പോൾ നാരായണ എന്ന് പറഞ്ഞ് പാലം കടന്നു കഴിയുമ്പോൾ കുരാണ എന്ന് പറയുന്ന കണക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ഓപ്ഷനാണ്. വേണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന മിഷനെ ഇട്ടിട്ട് പോകാം, രണ്ടാമത്തേത് അതിൽ നിലനിൽക്കാം. ഇന്നത്തെ സാക്ഷ്യം അത് തന്നെ. കാര്യങ്ങളെല്ലാം നടന്നു, കല്യാണം കഴിഞ്ഞു, നല്ല അമ്മായിയമ്മ, നല്ല കുടുംബം, നല്ല ജോലി. പിന്നെ ഞാൻ ഓർത്ത് ഉടമ്പടിയുടെ ആവശ്യം എന്താ? അത് കറക്റ്റാണ്. നല്ലതായിട്ട് വരുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പ്രശ്നം വരുമ്പോൾ ദൈവം മതിയല്ല. അപ്പോൾ എന്താ പ്രശ്നം? ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനല്ലല്ലോ ദൈവം. പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വെല്ലടി. അപ്പോൾ ഈ ഒരു യുക്തി മനുഷ്യനിലുണ്ട്. ഇത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഈ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ട് ഒരാൾ തിരിച്ചു വരുമ്പോൾ കർത്താവ് ചോദിക്കണം ബാക്കി 9 എവിടെ? ഇത് തന്നെ സംഭവം. 10 പേരെ സുഖപ്പെടുത്തി ഒരാളെ തിരിച്ചു വരത്തുള്ളൂ. 10⁻1 എന്ന കണക്കിൽ പോകുമ്പോൾ കണക്കെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പിൽ നന്ദിയോടുകൂടി ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു മിഷൻ നമുക്ക് നൽകും. ആ മിഷൻ്റെ കാര്യവും അത് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഒരു ഭാഷ പറഞ്ഞ ഒരു പ്രോ എന്ന് പറയുന്ന ലെവലാണ്. അത് ചിലർ ഇവിടെ സാക്ഷ്യം പറയും. ഇന്നലെ മിനിഞ്ഞാന്നൊരു അമ്മയ്ക്ക് ഒരു 64 വയസ്സാണ്. അമ്മ പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ഒരു അമ്മമാർക്കും ഞാൻ പത്രവും കൊടുക്കത്തില്ല, കാശ് രൂപം കൊടുക്കത്തില്ല. എനിക്കറിയാം അതുങ്ങൾ അവിടെ വായിച്ചിട്ട് അവിടെ തന്നെ വെക്കും. ഞാനിപ്പോഴേ യുവാക്കന്മാരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ ചിരിക്കുകയാണ്. കാരണം അമ്മ ഞാൻ സാക്ഷി നല്ലോണം പറയുന്ന പോലും ഓർത്ത ആളല്ല. പക്ഷെ പുള്ളി പറയണത് യുവാക്കന്മാരല്ലേ അച്ഛാ ഇനി നാടിനെ കൊണ്ടുപോകേണ്ടത്, അവന്മാർക്ക് ദൈവത്തെ കിട്ടിയിട്ട് കാര്യമുള്ളത്, ബാക്കിയുള്ളവർ കിട്ടിയിട്ട് കാര്യമില്ലെന്നല്ല. കുറച്ചും കൂടെ സൃഷ്ടാവിനെ യൗവനത്തിൽ സ്മരിക്കുക എന്നുണ്ടല്ലോ, സൃഷ്ടാവിനെ സ്മരിക്കുക എന്നുള്ളത്. നമ്മൾ ഈ 65 വയസ്സ് എഴുതിയതിൻ്റെയൊക്കെ പിന്നിൽ കാരണം ഓൾറെഡി പ്രാർത്ഥിച്ച് ഒതുങ്ങിയവരെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ദൈവത്തിന് വേണ്ടി ഓടി നടക്കാനായിട്ട് കുറച്ചും കൂടെ സാധ്യതയുള്ളവരെ ദൈവം സെലക്ട് ചെയ്യുന്നത് കുറേ ഇതാണല്ലോ. കർത്താവ് പത്രോസിനെ എല്ലാവരും സെലക്ട് ചെയ്ത് അയക്കുമ്പോഴും ഒരുപാട് മക്കളും കൊച്ചുമക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവർ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. മറ്റവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പിള്ളേർ ഇപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ചിലർ പറയാറുണ്ടല്ലോ, എനിക്ക് രാത്രിയിൽ അമ്മ മാതാവെന്ന് പറഞ്ഞു, ഇനി തൊട്ട് നീ ഇറങ്ങാൻ നേരത്തെ നീ ആ അപ്പുറത്തെ വീട്ടിൽ ആ വറീത് ചേട്ടൻ ഇങ്ങനെ ഒരു ഫോക്കസ് കൊടുക്കണം. അവർ കാണുന്ന കാഴ്ചയിൽ ഇനി നീ അവിടെ പോയി മാത്രം ശുശ്രൂഷ ചെയ്താൽ മതി. അപ്പോൾ ഈ അവിടെ പോയി ചെന്ന് ചോദിക്കുക. ചിലർ കടപ്പുറത്ത് ഈ കടലെടുക്കിൻ്റെ അടുക്കൽ കുറേ പിള്ളേരിരിപ്പുണ്ട്, നീ അവരുടെ പോയി
കാര്യം പറഞ്ഞാൽ മതി. ഇന്നൊരു കോളേജ് അധ്യാപകനാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയണത് എനിക്ക് പറഞ്ഞതെന്നറിയോ, എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള അധ്യാപകരാണ്. അവൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഗവൺമെൻറ് കോളേജ് ജോലി കിട്ടിയതാണ് സാക്ഷ്യം. ഈ 2-3 ദിവസത്തിനുള്ളിൽ അത് വരും. പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നല്ല പഠിപ്പുള്ളവർ, അവർക്ക് ദൈവത്തെ വേണ്ട. കാരണം നിരീശ്വരവാദികളാണ് കൂടുതലും. അവരെ വാക്കുകൊണ്ട് നമുക്ക് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് തെളിയിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്കൊരു തുറവില്ലല്ലോ. പക്ഷേ എൻ്റെ ജീവിതം കണ്ടിട്ട് ഇന്ന് അവിടുന്ന് ഒരു 3-4 പേരെങ്കിലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ കോളേജിലെ അധ്യാപകരുടെ കൂട്ടത്തിൽ. എൻ്റെ ജീവിതം ഞാനവരോട് തർക്കിക്കാൻ പോകത്തില്ല, പക്ഷേ എൻ്റെ ലൈഫ് വെച്ച് ഞാനവർക്ക് പ്രൂവ് ചെയ്യും ദർ ഈസ് സംബഡി ബിയോണ്ട്, ദർ ഈസ് സംതിങ് ബിയോണ്ട്, ആൻഡ് അത് ദൈവമാണെന്ന് പറയാനായിട്ട് ഞാൻ ലൈഫ് വെച്ച് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തീക്ഷ്ണതയിലേക്ക് ഒരു വ്യക്തി കടന്നു വരാനായിട്ട് ഈ ഉടമ്പടി സഹായിക്കുന്നുണ്ട്. ഇവിടെ ഉടമ്പടിയെ പ്രൊമോട്ട് ചെയ്ത് എല്ലാ ആൾക്കാരും എല്ലാ ധ്യാനകേന്ദ്രങ്ങളും വിട്ട് ഇങ്ങോട്ട് വരണമെന്നുള്ളതൊന്നുമല്ല ആഗ്രഹം. ദൈവം നമ്മളോടൊപ്പം ജീവിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, കൺക്ലൂഷൻ പറയാനായിട്ട് ഒരു ഇൻ്റർനാഷണലായിട്ട് ഒരു ദൈവികമായൊരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ അച്ഛനെ കാണാനായിട്ട്, അച്ഛൻ ഇസ്രായേലിൽ പോകുന്ന ബുക്ക് ചെയ്യാനായിട്ട് ഇസ്രായേലിൽ നിന്ന് ഒരു അച്ഛനോട് വന്നിട്ടുണ്ട്, ഇസ്രായേലിൽ ധ്യാനം ബുക്ക് ചെയ്യാൻ. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും തമ്മിൽ ഇസ്രായേലിലൊക്കെ ആവശ്യത്തിലേറെ മലയാളികൾ ഉടമ്പടി എടുത്തവരുണ്ട്, എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാം, അച്ഛാ ഉടമ്പടി എടുത്തവർ പള്ളി വരുന്നുണ്ട് കേട്ടോ, അവിടെ എന്തെങ്കിലും യൂണിറ്റായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഉടമ്പടി നിങ്ങൾ ഇവിടെയാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ആഗോളമായിട്ട് ഇരിക്കുന്ന ഇടങ്ങളിലും, അത് ഏത് നാട്ടിൽ നിന്നുള്ളൊരു സാക്ഷ്യം പറയുമ്പോഴും. അയർലൻഡിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പോയതിന് വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബ്രദറും ജയേഷും ഒക്കെ പോയതിന് വന്നതിന് ശേഷം പറഞ്ഞത് അയർലൻഡിലെ സായിപ്പച്ചന്മാർ വരെ നന്ദി പറഞ്ഞെന്നാ. കാര്യം എന്നാണെന്നറിയോ, അവിടെയുള്ള ആൾക്കാർ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് ആളെ കാണും, വരുന്നവർ മുഴുവൻ മലയാളീസാണ്. അപ്പോൾ മലയാളികളോട് ചോദിക്കും, നിങ്ങളെന്താണ് ഇതുവരെ പള്ളി വരാതില്ല? അതെ, ഞങ്ങൾക്ക് ഉടമ്പടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിങ്ങനെ ഒരു ചർച്ചയാവുന്നു. കാരണം ആളുകൾ വിശ്വാസത്തിലേക്ക് തീക്ഷ്ണതയോടെ കടന്നു വരുന്നത് ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ ഈ സംസാരിക്കുന്നത് ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരോടും ഉടമ്പടി എടുത്തവരോടുമാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തു നിന്നാണ്. ദൈവം നൽകിയിട്ടുള്ളൊരു നിധിയുണ്ട്, ബൈബിൾ നിധിയുണ്ട്, പാരമ്പര്യം നിധിയുണ്ട്, കുടുംബ പ്രാർത്ഥന. ആദ്യം അതിലൊക്കെ ആത്മാർത്ഥമായിട്ടൊന്ന് പങ്കെടുക്കുക. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു എക്സ്ട്രാ, അതാണ് ഉടമ്പടിയിൽ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാരുണ്യ പ്രവർത്തനം, പരിശുദ്ധ പദ്ധതി, അതിലും ഒന്ന് പങ്കെടുക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ദൈവം തന്നെ ദൈവം ഉണ്ടെന്ന് നമുക്ക് തെളിയിപ്പിച്ചു തരും. അതിനുശേഷം ദൈവം തന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമുക്ക് കാണിച്ചു തരും. അവിടെയും കൂടി നമ്മൾ ക്ലിക്കായിട്ട് നിൽക്കുവാണെങ്കിൽ ദൈവം, മാതാവ് പറയുന്ന പോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. ഇന്ന് ഈ കൃപാസനം ഇന്ന് ലോക പ്രശസ്തമായിട്ട് ഇന്ന് അറിയപ്പെടുന്നതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് വായിക്കുവാൻ താല്പര്യമുള്ളവർക്കെല്ലാം ആ ചരിത്രം ഇവിടെ ഉണ്ട്, അച്ഛൻ എഴുതിയ. നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നിൽ നിന്ന് ഇത്രയും ആളുകളിലേക്ക് ഈ കൃപാസനം എത്തിച്ചേരുവാനായിട്ട് ഇടവന്ന ഒരു സാഹചര്യം. അതിൻ്റെ എല്ലാം പിന്നിലും ഇതുപോലെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ദൈവം സെലക്ട് ചെയ്തു. അതിന് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സെലക്ഷൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ സ്ഥലത്തെ, ഈ ഇടത്തെ, ആ പറയുന്ന ജോസഫ് അച്ഛനെ, വ്യക്തിയെ, ഈ മിഷനെ ദൈവം സെലക്ട് ചെയ്തുവെന്ന് മാലാഖമാരെ വെച്ച് അറിയിക്കുന്നതിന് പകരം അമ്മ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തേത് മിഷൻ. ആ മിഷനാണ് കവനൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥനയുടെ സിസ്റ്റം. അപ്പം ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവട്ടെ. ഉടമ്പടിയിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആദ്യം നമുക്കൊന്ന് ഇറങ്ങിത്തിരിക്കാം. ഫസ്റ്റ് സ്കൂളിലേക്ക് ചെന്ന് ഇരിക്കുക, ആദ്യം ടീച്ചർ പറയുന്നൊന്ന് കേൾക്ക്, ആദ്യമൊക്കെ കുറച്ചൊക്കെ പഠിക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകും. വീട്ടിൽ ഇരുന്നിട്ട് എല്ലാം വീട്ടിലേക്ക് വരട്ടെ. മടി അലസതയും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആത്മീയതയിലും ഇതുപോലെ തന്നെ തുടക്കവും അവസാനവും ഒരുപോലെ തന്നെ ഇരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രായം കൊണ്ട് വളരുമായിരിക്കും, ആത്മീയതയിൽ ഇപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെ ദൈവം ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പോവാം എന്ന രീതിയിൽ നമ്മുടെ ആത്മീയതയും ശൈശവത്തിലായി പോകും. ഇത് ഓരോ സ്റ്റെപ്പും വളരേണ്ട. കർത്താവും പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാലാണ് ആവശ്യം, നിങ്ങൾ ആത്മീയതയിൽ കുഞ്ഞുങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത ഈ സമയത്തുണ്ടാവട്ടെ. ഉടമ്പടി എന്തായാലും ദൈവം നൽകിയൊരു അവസരമാണ്. നമുക്കിത് ശക്തമായിട്ട് വിനിയോഗിക്കാം. നമുക്കൊരു നിമിഷമുള്ള കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് ഈ പറഞ്ഞ ചിന്തകളും ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എടുക്കുന്ന സ്റ്റെപ്പ്, അത് എക്സ്ട്രാ നടത്തുന്ന പ്രാർത്ഥനയാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും, ദൈവമേ എന്നെ ആശീർവദിച്ച് എന്നെ അങ്ങ് തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവിക ആശീർവാദം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ നിയോഗങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും മറ്റു വ്യക്തികളുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ശിഷ്ടകാലം ജീവിക്കുവാനായിട്ട് ആവശ്യമായ ആത്മീയ ഊർജം, ശക്തി, കൃപ, അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.